ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളും എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആ ഡോറിലേക്ക് നോക്കിക്കോട്ടാ, കേട്ടോ. അത് തുറക്കാൻ എനിക്ക് ഒരാളുടെ സഹായവും ആവശ്യമില്ല. അതേപോലെ ഈ ഡോറും എനിക്ക് ഇതേപോലെ തുറക്കാം, ആരുടെയും സഹായം ആവശ്യമില്ല. അത് അതേപോലെ എനിക്ക് ക്ലോസ് ചെയ്യാം, അതിനും ആരുടെയും സഹായം ആവശ്യമില്ല. ഇതേപോലെ എനിക്ക് 4 ഡോറുകളും ചെയ്യാൻ പറ്റും, അതിനും എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എല്ലാം എനിക്ക് ഇലക്ട്രിക്കലി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, വൺ ടച്ച് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇതേതാണ് വാഹനം എന്നല്ലേ. ലോട്ടസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഇമേയ എന്ന് പറയുന്ന മോഡലാണിത്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ധാരാളം ക്യാമറകളുണ്ട്, ഒരുപാട് ലേഡാർ സെൻസറുകളുണ്ട്, സെൻസർ ഉപയോഗിച്ച് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്, 2.5 കോടി രൂപയോളം ഇതിന് വിലയുണ്ട്. അതിനുവേണ്ടി ഒരുപാട് രസകരമായ ഫീച്ചറുകളുമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ല ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബെൽ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചാനലൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ പുതിയ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻവോൾവ് വണ്ണിനെ ഒന്ന് പരിചയപ്പെടാം എന്നുള്ളത്. ഇൻവോൾവ് വണ്ണിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയം കാർ പെർഫ്യൂമാണ് ഇൻവോൾവ് ഇമ്പീരിയർ സിൽവർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടാവും, അടിപൊളി. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണിത് വരിക. നോക്കൂ, രസകരമായിട്ടുള്ള ഒരു ഇൻവോൾവ് വണ്ണിൻ്റെ ഒരു അപ്പീലല്ലേ. സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലതാണ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഇതൊരു പുതിയ ഫ്രാഗ്രൻസ് ആണ്, ഇമ്പീരിയൽ എന്ന് പറഞ്ഞിട്ട്. ഒരു ലൈറ്റ് ലെമനേഡ്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റിലായിട്ടുള്ള ലെമനേഡ് സ്മെല്ലാണ് വരുന്നത്. ഒരു പ്രീമിയം ഫീലുണ്ട്. അപ്പോൾ ഇത്തരം പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങളിനകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 1000 രൂപയോളാണ് ഇതിൻ്റെ വില. MRP പ്രൈസ് കാണിച്ചേക്കുന്നത് 1099 രൂപയാണ്. നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഒരു 10% ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1000 രൂപ ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലുകൾ ഉപയോഗിച്ച് ആളുകളൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരതാണെന്നുള്ളത്. സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയാം. എന്നിട്ട് അതിൻ്റെ കൂടെ പറയട്ടെ, ഇനി സ്മോക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അഡിക്ഷനുള്ള ആളുകളാണെങ്കിൽ കാറിനുള്ളിൽ ആ ഒരു സ്മെല്ല് ഇല്ലാതാക്കാൻ ഈ സാധനം സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ആവശ്യമുള്ള ആളുകൾ വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ഇമേയെക്കുറിച്ച് പറയുന്ന സമയത്ത് ലോട്ടസ് എന്ന ബ്രാൻഡിൻ്റെ 3ാമത്തെ ഇലക്ട്രിക് വാഹനമാണ്. ഇതൊരു 4 ഡോർ വാഹനമാണ്. ലോട്ടസിന് അത്ര 4 ഡോർ വാഹനങ്ങളൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. ഹൈപ്പർ GT എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഫുള്ളി ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതൊരു ഹൈലൈറ്റാണ്. ലുക്ക് വൈസ് സലൂൺ, അതായത് സെഡാൻ ഷേപ്പ് അത് നല്ല രീതിയിൽ നിലനിർത്തുന്നുണ്ട്. എയറോഡൈനാമിക് പ്രോപ്പറാണ്, അതിൻ്റെ ആ ഡിസൈനും അങ്ങനെ തന്നെയാണ്. എന്നാൽ ധാരാളം ഹൈലൈറ്റുകളും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫ്രണ്ട് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ധാരാളം കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, ഈ സംഭവം ഇല്ലേ, അതായത് നമ്മളുടെ ഈ ഒരു എയർ ഡാം യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഈ ഒരു ഭാഗത, ഈ ഒരു പഞ്ചഭുജം പോലത്തെ ഭാഗം, ഇതൊക്കെ ഓപ്പൺ ആവും. ഇതൊരു കുഴിയാണ് ഇവിടെ ആക്ച്വലി. ഇതിങ്ങനെ ബാക്കിലേക്ക് മറിഞ്ഞ് ഓപ്പൺ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. വണ്ടി ഓൺ ആവുന്ന സമയത്ത് മാത്രമാണ് ഓപ്പൺ ആവുക. അങ്ങനെ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇവിടെ കാണാം. 4 പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഫൈബർ ലിപ്പുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെയാണ് ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗം നോക്കിയാൽ ശരിക്കും ഒരു കാൻഡിൽ ലിവർ അല്ലെങ്കിൽ സ്പോയിലറൊക്കെ നിൽക്കുന്ന പോലെ ഫ്രണ്ട് ഭാഗത്ത് ഇതിങ്ങനെ ശരിക്കും ഈ ഒരു ഗ്യാപ്പ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈഡ് വിശാലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇതാണ് വന്നുള്ളത്. ചേമ്പറുകളായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അഡാപ്റ്റീവ് കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണറിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി 1, 2, 3, 4, 5 തരത്തിലുള്ള ചേമ്പറുകൾ, 5 ചേമ്പർ, 5 അല്ല ശരിക്കും ഇവിടുത്തെ 2 അങ്ങനെ 6 ചേമ്പറുകൾ ഉണ്ട് എന്ന് പറയാം. അതുപോലെ നോക്കൂ, ഒരു എയർ കർട്ടൻ, അത് ശരിക്കും ഇവിടെ നിന്ന് പോലും എയറിനെടുത്ത് അങ്ങോട്ട് സക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും ഇവിടെ വന്നിടിക്കുന്ന എയറുകൾ സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 തരത്തിലൂടെയും കടത്തിക്കളയാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ DRLകൾ കാണാം. ഒരു ബൂമറാങ് സ്റ്റൈൽ DRL ആൻഡ് ഇൻഡിക്കേറ്റർ യൂണിറ്റാണ്. അതിങ്ങനെ 2 ആക്കി കൊടുത്തിട്ടുണ്ട്. അത് 2 ഭാഗത്തും അതുപോലെ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അവർ ഈ ക്യാരക്ടർ ലൈനൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ, ഒരു പ്രത്യേകതരം ക്യാരക്ടർ എലമെൻറ്റുകൾ. അതുപോലെ ഇനി എയർ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് സൈഡ് വ്യൂ മിററിലൂടെ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലൂടെയും കയറി പുറത്തേക്ക് പോകുന്നതാണ്. നൈസ്. ഫ്രണ്ടിലും മൊത്തം ധാരാളം എയറോഡൈനാമിക് എലമെൻറ്റുകൾ ചേർത്തിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഒരു കാര്യം, ലോട്ടസിൻ്റെ ലോഗോ ഇവിടെ നമുക്ക് ലോട്ടസ് എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. അവരോടൊപ്പം തന്നെ ACB എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ്ങും കാണാം. അതായത് A
പിന്നെ ഇവിടെ പുറത്തൊരു സി, പിന്നെ ഒരു ബി, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സി വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറുടെ, അതായത് ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ പേരാണ് ആൻ്റണി കോളിൻ ബ്രൂസ് ചാപ്മാൻ എന്ന് പറയുന്ന ACBC ലെറ്ററിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ACBC ലോട്ടസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റഡാർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണാം, അതിൻ്റെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു സെൻസർ ഭാഗവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അത് ഞാൻ കാണിക്കാട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. യെസ്, അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി അവിടെയുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. 5000 മില്ലിമീറ്ററോളം ലെങ്ത്തുള്ള ഒരു വാഹനമാണ്. അതായത് അത്യാവശ്യം നല്ല നീളമുള്ള സലൂൺ ടൈപ്പ് വാഹനമാണ് ഇത് എന്ന് പറയേണ്ടി വരും. ഫുള്ളി ബ്ലാക്ക് ആണ്. യെല്ലോ, റെഡ്, ഓറഞ്ച് അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫങ്കി കളേഴ്സിനകത്തും ഇത് അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സെൻസർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വീലിലേക്ക് വരാം. എയറോ ഡൈനാമിക് വീലുകളാണ്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ ഇൻസേർട്ടുകളൊക്കെ വീലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. വീലിനകത്ത് നല്ല രസമുള്ള വീലാണ്. 22 ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ വീല് കണ്ടുകൊണ്ടിരിക്കുന്നത്. 21 ഇഞ്ച് ഓപ്ഷൻ്റെയും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ബ്രേക്ക് കാലിപ്പേഴ്സ് ഇവിടെ റെഡ് കാണാം, ലോട്ടസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കാണാം. ഈ ബ്രേക്ക് കാലിപ്പേഴ്സിൻ്റെ കളർ നമുക്ക് പല ഓപ്ഷനിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് പല കളർ ഓപ്ഷൻസും ഉണ്ട്. ഒരു യുണീക്ക് വീൽ പാറ്റേൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. യെസ്, ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റഡാർ സെൻസറിൻ്റെ ഭാഗമാണ്. അത് ഓപ്പൺ ആവുന്ന സമയത്ത് വരും. അതൊക്കെ ഞാൻ ഓപ്പണാക്കി കാണിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാർബൺ ഫൈബർ ഇൻസേർട്ട് കാണാം. അത് ജസ്റ്റ് ഒരു ഇൻസേർട്ട് മാത്രമല്ല, അതിനകത്തൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ വിത്ത് കാർബൺ ഫൈബർ ഇൻസേർട്ട്. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ശരിക്കും ഇപ്പോൾ ലോട്ടസിനകത്ത് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് 1, 2, 3 ക്യാമറ ഉണ്ട് അല്ലേ. നൈസ്. ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് ഡോർ ഹാൻഡിലുകളാണ് വരുന്നത്. അത് റിയറിലേക്ക് വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഫുള്ളി ആ ഒരു കൂപ്പ് സ്റ്റൈലൊക്കെ നല്ല ഭംഗിയുണ്ട്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ ഒരു പ്രോപ്പർ കൂപ്പേ ഡിസൈനിൽ ആ ഒരു ഫ്ലോട്ടിങ് എലമെൻറ്റ്സ് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു എലമെൻറ്റുകളുണ്ട്. ആക്ച്വലി ഇത് ബ്ലാക്ക് കളർ ആവുന്ന സമയത്ത് കൊണ്ട് ഈ എലമെൻറ്റ് ഡിഫറൻസ് കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് വേറെ കളറിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചാർജിങ്, ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ടച്ച് ആക്ടിവേറ്റഡ് ചാർജിങ് പോർട്ടാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിട്ട് വരും. DC AC ചാർജിങ്. പക്ഷേ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക സെപ്പറേറ്റ് കവറില്ല. സാധാരണ ഇതിനും ഒരു കവർ ഉണ്ടാവാറുണ്ട്, അത് കൊടുത്തിട്ടില്ല. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം. 45 മിനിറ്റ് കൊണ്ട് 20 to 100% ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് ഹോം ചാർജറും എല്ലാം സപ്പോർട്ടീവാണ് എന്നുള്ളതാണ്. ഇനി റിയറിലേക്ക് വരാം. ആ ഒരു സെഡാൻ ഭംഗി നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ലോട്ടസ് എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ഇപ്പം ഇത് പ്യുവർ ബ്ലാക്കിനകത്താണ്. ഒരു ഗോൾഡൻ കളർ തീമിൽ ഇതിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇതാണ്. നോക്കിയാൽ നല്ല രസമായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് അല്ലേ. ഇത് വർക്ക് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നു വെച്ചാൽ ഒരു കണക്റ്റിംഗ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നൈസ്. അതുപോലെ ഒരു എയർ കർട്ടൻ നോക്കിയാൽ അത് കറക്റ്റ് ആ വീലിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വിധത്തിൽ, അതായത് ഇതിലൂടെ നോക്കിയാൽ വീല് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാം. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ സെൻസർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ ഡിഫ്യൂസർ യൂണിറ്റും കാര്യങ്ങൾ കാണാം. ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്, അതുകൊണ്ട് എക്സോസ്റ്റിൻ്റെ ആവശ്യമില്ല, എക്സോസ്റ്റ് കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാമ്പും റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അതും വന്നിട്ടുണ്ട്. ഇനി ബൂട്ടിലേക്ക് വരാം. ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ആണ്. 507 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇത് കാണുന്ന സമയത്ത് 500 ലിറ്റർ ഉള്ള പോലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്കത് കുറച്ച് ഭയങ്കര നീളമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴേക്ക് വരാം. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ചാർജിങ് കേബിളാണ്. നൈസ്. ഇവിടെ ഉണ്ട് ACBC എന്ന് പറഞ്ഞ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലായിടത്തും ലോട്ടസ് എന്ന് കൊടുക്കാതെ ചില സ്ഥലങ്ങൾ ഇപ്പോൾ കീ ഉണ്ട്. കീ ആക്ച്വലി ഇപ്പോൾ ഇതിനകത്തില്ല, പകരം ഈ ഒരു കാർഡാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കൊണ്ടോ ലോട്ടസ് ACBC. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. ഇത് കൊടുത്തേക്കുന്ന രീതി നല്ല ഭംഗിയാണ്. ഇൻട്രസ്റ്റിംഗ്. പാർസൽ ട്രേ. ഇതിനകത്തൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വേണ്ട മൊത്തം 23 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. നല്ല രസമുള്ള ഒരു പ്രീമിയം ഫീലുള്ളൊരു ബൂട്ടല്ലേ. ഇതിൻ്റെ ലാമ്പുകളൊക്കെ വളരെ ചെറിയ ലാമ്പുകളാണ്. പക്ഷേ 2 കൊടുത്തിട്ടുണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ ബട്ടൺ കാണാം. ഇതിൻ്റെ തന്നെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിട്ട് ഇതേപോലെ ഒരു SUV കൂപ്പേൻ്റെ ഒരു ഫീലാണുള്ളത്. നൈസ്. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ സ്പോയിലറാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ സ്പോയിലർ കാണാം, കാർബൺ ഫൈബറിൻ്റെ ഒരു എലമെൻ്റ് ഉള്ള ഇത്. പക്ഷേ ഇത് മൊത്തത്തിൽ വലിയ സ്പോയിലറാണ്. ഇത് ആക്റ്റീവായിട്ട് വരും. ഞാൻ കാണിച്ചു തരട്ടെ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ വണ്ടി ലോക്കായിട്ട് നമ്മൾ തിരിച്ച് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്പോയിലർ ആക്റ്റീവായിട്ട് വരും. ജസ്റ്റ് ഞാനൊന്ന് അൺലോക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, യെസ്, നോക്കൂ.
ഇത് സ്പീഡിനനുസരിച്ചും നമുക്ക് വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ റിയർ ഇത് കാണാം, പക്ഷേ പുറത്തുനിന്നുള്ള അകത്തുനിന്നുള്ള വിസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ് ക്ലോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഉണ്ടോ, പോയി ക്ലോസ് ആയി, അതൊക്കെ ഉണ്ട്. ആ തരത്തിലാണ് ഇൻറ്റീരിയർ. നോക്കൂ, അടിപൊളി ഒരു ഗ്രേ കളർ ഇൻറ്റീരിയർ. വൈറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഭയങ്കര മിനിമലിസ്റ്റിക് ഇൻറ്റീരിയർ ആണല്ലേ. ഇവിടുന്ന് തുടങ്ങാം. ഇതൊരു ഹാർഡ് ലെതർ മെറ്റീരിയലാണ്. ഇവിടെ ലെതർ കാണാം, സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണാം. അൽക്കൻഡാറ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലെതർ റാപ്ഡ് ആണ്. അതായത് പ്ലാസ്റ്റിക് എലമെൻറ്റുകൾ അങ്ങനെ എവിടെയും കാര്യമായിട്ടില്ല. ഈ ഒരു കൺട്രോളിൻ്റെ ഭാഗത്ത് കാർബൺ ഫൈബർ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആണ്. ഡോർ ഓപ്പണിംഗ് ബട്ടൺ ഇതാണ്. ഇത് ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഡോറ് മൊത്തം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. ഇതിനകത്ത് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. സ്പീക്കർ കുറച്ചുകൂടി ഒരു നീക്കഡ് സിസ്റ്റത്തിലാണ് കൊടുത്തേക്കുന്നത്. ലൈക്ക് ഇത് ട്യൂട്ടറാണ്, താഴെ സ്പീക്കറാണ്. പക്ഷേ ഈ ഒരു ഭാഗം കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഫ്രെയിംലെസ് ഡോറുകളാണ്. നമ്മൾ വിൻഡോ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോയി, പിന്നെ ഫ്രെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുൾ താവുന്നില്ലേ, ഇവിടെ വരെ താവുന്നുള്ളൂ. ഇനി നമുക്ക് സീറ്റിലേക്ക് വരാം. സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ്. ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ലാംബർ സപ്പോർട്ട്, തൈ സപ്പോർട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട് തൈ സപ്പോർട്ട്. നൈസ്. ഈ ഒരു സപ്പോർട്ട് ലാംബർ സപ്പോർട്ടിൻ്റെ ആണ്. ഈ ഒരു ബട്ടണൊക്കെ നല്ല രസമുണ്ടല്ലേ, ഒരു നൈസ്. ഇനി സീറ്റ് വെന്റിലേറ്റഡ് ആണ്, ഹീറ്റഡ് ആണ്. ലെതറും അൽക്കണ്ടാറയും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റ് ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ല എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് എന്ന് പറയാം. ഒരു സ്പോർട്ടി സീറ്റാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ കാണാൻ. ഒരു പ്രീമിയം അപ്പീൽ കൊടുക്കുന്നുണ്ട്. ഇമേയ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. വാവ്, കയറിയിരിക്കുമ്പോൾ നൈസ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിങ്ങിനെ കുറിച്ചും കൂടി പറയാം. ഒരു ഡി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഒരു പഞ്ചഭുജം ഫീലിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെ കണ്ടോ, ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതിനകത്ത് കൺട്രോൾ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ആണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. ലോട്ടസിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹോണ്, ഇതാണ് ഹോണ് വരുന്നത്. സ്റ്റിയറിംഗ് വീല് ഹീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അതും കൂടി ഇതിനകത്ത് കൊടുത്തേക്കാണ്. ഇനി ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തെ കുറിച്ച് കൂടി പറയാം. നോക്കൂ, ശരിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടുന്ന് ഇതിങ്ങോട്ട് വന്നിട്ട് കറക്റ്റ് ഇത് ഇവിടെ ക്ലോസ് ആവും. ആ തരത്തിലാണ്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ ഇതൊക്കെ നോക്കിയാൽ ശരിക്കും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇതാണ് ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഇനി 272 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നൈസ്. അത് ഭയങ്കര ഭംഗിയുണ്ട്. അത് വിസിബിൾ ആട്ടോ, അത്യാവശ്യം നല്ല റീഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയലിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല റീഡബിൾ ആണ്. എനിക്ക് അത് കാണുന്നുണ്ട്, നിങ്ങൾക്കത് കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് നൈസ്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഡ്രൈവർ സെൻട്രിക് ഏരിയ ആണ്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇനി ഡാഷ്ബോർഡ് വിശദമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ആയി വന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് കാണാം. അതിനകത്ത് എന്താണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റികൾ അതിനെ കാണാം. എന്നാൽ പ്രധാനപ്പെട്ട കൺട്രോൾ യൂണിറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്താണ് പ്രധാനം. അപ്പം ചാർജിങ് ലെവൽ 68% കാണിക്കുന്നുണ്ട്. ഇനി 273 കിലോമീറ്റർ സഞ്ചരിക്കാം. അതിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ്. ഈ സെറ്റിങ്സിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് കാണാം. അതിനകത്ത് നമുക്ക് കീ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരുപാട് കൺട്രോളുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ഷോ, ഡ്രൈവർ സീറ്റ്, എൻട്രി എക്സിറ്റ്, വയർലെസ് ഡിവൈസ് ചാർജിങ്, അങ്ങനത്തെ. ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. ആംബിയൻ ലൈറ്റിങ്. ഡ്രൈവ് മോഡുകൾ വന്നു കഴിഞ്ഞാൽ 5 ഡ്രൈവ് മോഡുണ്ട്. ട്രാക്ക്, ഇൻഡിവിജ്വൽ, സ്പോർട്ട്, ടൂർ, റേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. സേഫ്റ്റിയിലേക്ക് വരാം. സേഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ലൈഡാർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രോൾ യൂണിറ്റുകൾ നമുക്കിവിടെ കാണാം. ലൈൻ കീപ്പ് അസിസ്റ്റ്, ഫ്രണ്ട് ഫാറ്റിഗ് ഡിറ്റക്ഷൻ, ഓട്ടോണമിക്സ്, എമർജൻസി ബ്രേക്കിംഗ്, റിയർ കൊളീഷൻ വാർണിംഗ്, റിയർ ക്രോസ് ട്രാഫിക്, അങ്ങനെ ഒക്കെ കാണാം. അതിൻ്റെ താഴെ ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈഡാർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതിനകത്ത് ലൈഡാർസ് ഓപ്പൺ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ സെൽഫ് ക്ലീൻ ഓപ്ഷനും കാണാം. അത് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓപ്പണായി വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യും. അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈഡാറുകളും ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്. സൗണ്ടിലേക്ക് വരാം. സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേജ്, സോഴ്സ്, സ്പേഷ്യൽ, അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സറൗണ്ട്സിങ് രീതികൾ മാറ്റാം. ആ തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ യൂണിറ്റ് ഒരു കാര്യം, ക്ലീനിങ് മോഡ് എന്നിട്ട് ഓപ്ഷൻ കാണാം. ഈ ക്ലീനിങ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. പിന്നെ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നല്ല വൃത്തിയാക്കാൻ സഹായിക്കും. അപ്പോൾ ക്ലീനർ വന്നിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇതിനായി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ആക്റ്റീവായിട്ട് വരും. അങ്ങനെയാണ് അത് കൊടുത്തുള്ളത്.
ഇത് അക്കൗണ്ട് സെറ്റിംഗ്, പ്രൈവസി, സിസ്റ്റം സെറ്റിംഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കൺട്രോളുകളും ഇതിനകത്ത് തന്നെയാണ്. ഇനി നമ്മൾ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ കാണാം. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്, 2 സീറ്റിൻ്റെ വെന്റിലേറ്റഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഹീറ്റിംഗിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാം. ഇനി നമ്മുടെ ഫാനിൻ്റെ സെലക്ട് ചെയ്യൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആക്കണിങ്ങണ്ട നൈസ്. അപ്പോൾ അങ്ങനെ ടച്ചായിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഫുള്ളി ടച്ച് അല്ല. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ നമുക്കൊരു ടോഗിൾ സ്വിച്ചസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ അത് ഇതിനകത്തേക്ക് മുമ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് മാറും. എൻ്റെ ഇഷ്ടത്തിന് വലിയ പ്രാധാന്യമില്ല, എന്നാലും പറഞ്ഞതാണ്. ഇതാണ് ക്യാമറ വ്യൂ. ഓരോ ഏരിയയിലും ആൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്. ഇനി ഇതാ ഇപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാലൊക്കെ അത് ഓട്ടോമാറ്റിക് ക്യാമറാസും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവും. അപ്പോൾ ആൾ മാത്രമല്ല, വണ്ടി വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നൈസ്. ഇനി ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡോർ ഓപ്പണിംഗ് മെത്തേഡ്സ് ആണ്. അത് ഞാൻ കാണിക്കാം. ഇവിടെ തൊട്ടടുത്ത് ഡോറ് ഇവിടെ ഉണ്ട്, ഇവിടെ ബട്ടൺ കണ്ടില്ലേ, ഇത് തൊട്ടടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡോറുകളും കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു സൈഡല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡത്ത് കാണിക്കാം. ജസ്റ്റ് പ്രസ് കൊടുത്ത് ഞാൻ ഡോർ ഓപ്പണായി. അത് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് അതേപോലെ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓൾ ഡോർസും നമുക്ക് ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. 4 ഡോറുകളും ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഈ സൺറൂഫിൻ്റെ ഭാഗത്തൊരു ബട്ടൺ കണ്ട, ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും സൺറൂഫ്. അപ്പോൾ ആക്ച്വലി ഇത് ക്ലോസ്ഡാണ്. ഞാനൊരു സാധനം കാണിക്കട്ടെ. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭാഗത്ത് തൊടുകയാണ്. ആ തൊടുന്ന ഭാഗത്ത് ഇതണ്ട, ഇത് ഓപ്പണായി. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. അല്ല, അങ്ങനെ നമുക്കിത് ഫുള്ള് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഫുൾ ക്ലിയറായി, ഇപ്പോൾ മാറ്റായി. കേട്ടാ, അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണ്ടിടത്ത് മാത്രം. പണ്ട് ഞാൻ സെൻറ്ററിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. ഇങ്ങനെ എല്ലാ കൺട്രോളുകളും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ക്ലീനിങ് മോഡ് ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യാം. ഡബ് ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പാസഞ്ചർ ഡിസ്പ്ലേ, ബ്ലാ 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 ബ്ലാ, ഹീറ്റിംഗ് ഒക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് പല രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ മൾട്ടി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒരുപാടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡോർ ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ കുറഞ്ഞ മോഡലിനകത്ത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് ഡൈനാമിക് അഡ്ജസ്റ്റ് റിയർ വ്യൂ മിറർ കാണാം. അതുപോലെ തന്നെ ലാമ്പിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് വിത്ത് ലാമ്പും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര പ്രീമിയം ഫീലുണ്ട്. ഡാഷ്ബോർഡ് മൊത്തം നോക്കുന്ന സമയത്ത് ലക്ഷൂറിയസ് ഫീലാണ്. ഒരു വഴി കൂടി പറയാം, 2,50,00,000 രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരിക. ആ ഒരു പ്രൈസിന് വെർത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ഈവൻ ചെറിയ ടച്ചിലാണെങ്കിൽ പോലും. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു സ്വിച്ചിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ AC അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ആ ഒരു റഫ്നെസ്, ലൈക്ക് അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ്, അതായത് താഴെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതൊരു ശരിക്കും ഒരു ഫീൽ ഗുഡ് സാധനമാണ്. അത് ഭയങ്കര എല്ലായിടത്തും ആ ഒരു ടച്ച് ഫീൽ ഗംഭീരമാണെന്ന് പറയാം. ഇനി സെൻട്രൽ ടണലിനെ കുറിച്ച് പറയാം. 2 പാർട്ടായിട്ടുള്ള സെൻട്രൽ ടണലാണ്. താഴെ ഭാഗത്താണ് ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. ഇനി ഇവിടെ കണ്ട ഒരു സംഭവം, ഇത് ശരിക്കും ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്തൊരു ഗിമ്മിക്ക് ഉണ്ട്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മുകളിലേക്ക്, അതായത് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ചുവപ്പ് ഭാഗം കാണും. അതും ഈ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ. കാരണം ഇത് 4 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണല്ലോ. അപ്പോൾ ഈ സോണിൽ റെഡ് ആവണു, അത് ഇപ്പുറത്തേക്ക് ആക്കുമ്പോൾ ഈ സോണിലും റെഡ് ആവും. അതിന് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ബ്ലൂ ആവും. വേണ്ട, ടെമ്പറേച്ചർ കുറക്കുമ്പോൾ അത് ഓരോ സോണിനും സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നൈസ്. ഇനി ഇവിടേക്ക് വരാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ബട്ടൺസും കാര്യങ്ങളൊക്കെ മാക്സ്, റിയർ, ഓട്ടോ, അതുപോലെ തന്നെ ചെറിയ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സാധനം കണ്ട, ഒരു 3 വരകൾ. ഈ സാധനം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് ഓപ്പൺ ആവും. ഇത് ക്ലോസ് ചെയ്യണം നമ്മൾ മാനുവലി തന്നെ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവില്ല എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നമ്മളുടെ ട്രാൻസ്മിഷൻ കാണാം. സിംഗിൾ സ്പീഡാണ്, ബട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഇതുവരെ കണ്ടതിൽ ഏറ്റവും ചെറിയ ട്രാൻസ്മിഷൻ ഒരു പക്ഷേ ഇതായിരിക്കും. പാർക്കിംഗ് ബ്രേക്ക് കാണാം, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ടണൽ ഏറെക്കുറെ ഒരേപോലെ ഫ്ലാറ്റനാണ്. പക്ഷേ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇതാണ് കപ്പ് ഹോൾഡർ. ഓക്കെ, ഉണ്ടാ, ഇത് രണ്ടും ഇങ്ങോട്ട് താഴ്ത്തി വെക്കാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ വലിയൊരു കുഴി വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് മുകളിലേക്ക് വരും. ഇവിടെ ഒരു ബട്ടൺ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് രണ്ടും സെപ്പറേറ്റ് ഓപ്പൺ ആക്കാം, സെപ്പറേറ്റ് ക്ലോസ് ചെയ്യാം. ഇവിടെ കൈ വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് മാത്രം ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഭയങ്കര അല്ലേ, ഒരുപാട് രസകരമായിട്ടുള്ള ഫീച്ചറുകളുള്ള
ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ലോട്ടസിൻ്റെ എമേയ എന്ന് പറയുന്ന മോഡൽ തോന്നിയത്. നൈസ്. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് കാല് ഒരുപാടൊന്നും അകത്തേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തൈ സപ്പോർട്ട് ഓക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ റിയർത്തെ സീറ്റും ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റായിട്ടിരിക്കാം. പക്ഷേ ഞാൻ നല്ല നീളക്കൂടുതലുള്ളത് കൊണ്ടും എനിക്ക് കാല് സ്ട്രെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഇവിടെ തൈ സപ്പോർട്ട് തട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അത്ര നീളമില്ലാത്ത ആളുകൾക്ക് ഇത് പെർഫെക്റ്റ്ലി ലക്ഷറിയസ് സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഫോൺ ഹോൾഡർ നോക്കിയാൽ ഫോൺ പോക്കറ്റ് നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫോൺ പോക്കറ്റ്. ഭയങ്കര ഒരു പ്രൊഫഷണൽ ഫീൽ ഉണ്ട്. അതുപോലെ ഈ സീറ്റിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലെതർ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല രസമുണ്ട്. അതിനകത്ത് ACBC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടാ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അവിടുത്തെ ഗ്ലാസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. വേണ്ടാ ഗ്ലാസ് ഫുള്ള് താവുന്നില്ല, അതുകൂടി ഒരു കാര്യം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. നേരത്തെ പോലെ തന്നെ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കപ്പ് ഹോൾഡേഴ്സാണ്. ഇവിടെ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെയുള്ള ഒരു ലാമ്പിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇത് നമ്മുടെ ടച്ച് സ്ക്രീൻ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മളുടെ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് പൊങ്ങുമ്പോഴും താഴുമ്പോഴും ഇവിടെ എഴുതി കാണിക്കും. അതായത് ഇപ്പം ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ താഴ്ത്തുമ്പോൾ ഇതിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ ഈസ് ക്ലോസിങ്, ടേക്ക് കെയർ വിത്ത് യുവർ ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ്. അതായത് ഇതിൻ്റെ ഇടയിൽ കൊടുക്കരുതെന്ന്. ഇനി അത് പൊക്കുന്ന സമയത്ത് ഡു നോട്ട് പ്ലേസ് ഒബ്ജക്റ്റ് ഓൺ ദ ഡിസ്പ്ലേ. അതായത് പൊങ്ങാണ്, ഒന്നും വെക്കരുത്, വെച്ചാൽ വീണ് പോകുന്നു. എന്തൊരു കെയറിങ് ആണല്ലേ ലോട്ടസ്. ഇവിടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഇലക്ട്രിക്കലി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. റൈറ്റ് അഡ്ജസ്റ്റ്, നമ്മുടെ ഇതിനെ കുഷ്യനാക്കാൻ പറ്റും. അതായത് ഹെഡ് റെസ്റ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബാക്ക് റെസ്റ്റ്, അതൊക്കെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ആക്സസ്, അതായത് ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ, സൺറൂഫ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ട. സൺറൂഫ് തൊടുമ്പോൾ എല്ലാം മാറ്റി പസിൽ കളിക്കണ മാതിരിയുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ടച്ച് സ്ക്രീൻ ക്ലോസായി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആംബ്രസ്റ്റ്, താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റെഫ്രിജറേറ്റർ സെറ്റപ്പൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ക്ലോസ് ചെയ്യൽ ജസ്റ്റ് പ്രസ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. സീറ്റിങ് നല്ല കംഫർട്ടബിൾ സീറ്റാട്ടോ. ക്ലീനൊക്കെ ചെയ്ത് നൈസ്. നല്ല ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാടിയിൽ തുറക്കുന്നതിനൊന്നും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി കാണിക്കാം. കീ വെച്ചിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് അൺലോക്ക് ആവുക. കാർഡാണ് കിട്ടുക. കീയിൻ്റെ ഷേപ്പും ഏറെക്കുറെ ഇതേപോലെയാണ്. അത് കാണിക്കാൻ നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബാഡ്ജിങ് കാണാം. ACBC പയനിയർ സിൻസ് 1948 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി വേറൊരു കാര്യം, ഡോർ ഇപ്പം ഇലക്ട്രിക്കലി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചെന്ന് വിചാരിക്കും. ഇനി ഇത് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി. എല്ലാ ഡോറുകളും ഇതേപോലെ അടിപൊളി. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അകത്തുനിന്നാണ് കൺട്രോള്. ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് കേബിൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. പയനിയർ സിൻസ് 1948 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അവിടെ കാണാം. ഇതൊരു ഫുള്ളി ഇലക്ട്രിക് വാഹനമാണ്. വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1948 മുതലാണ് ലോട്ടസ് ആരംഭിച്ചത്. 610 കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുക ഒറ്റ ചാർജിൽ. അത് ഫുള്ളി ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിനകത്താണെന്ന് ഞാൻ പറഞ്ഞു. 594 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും. 250 km/h ടോപ്പ് സ്പീഡിൽ സഞ്ചരിക്കും. അതുപോലെ തന്നെ 2.8 സെക്കൻഡ് കൊണ്ട് 2.7 സംതിങ് എന്നും പറയുന്നുണ്ട്. 2.8 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. ശരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷൻ പോർഷെ ടൈക്കാനൊക്കെ ആയിരിക്കും കേട്ടോ. ഫുള്ളി ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതലൊന്നും പറയാനില്ല. 102 kWh ഒരു ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ്. 2,40,00,000 രൂപയോളം, അതായത് 2,46,00,000 രൂപയോളമാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് വർത്താണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇനി നമ്മളെ ഇമേയെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ സമയത്ത് ആദ്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഹെഡ് അപ്പ് ഡിസ്പ്ലേനകത്ത് ലൈൻ കീപ്പ് അസിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബൈക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനത്തിനെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സാധാരണ ഇതിൽ ബൈക്സിന് വളരെ റെയറായിട്ടാണ് ഇതിൽ ഡിറ്റക്ട് ചെയ്യാറുള്ളത്. പിന്നെ ലൈഡാർ സിസ്റ്റം ഭയങ്കര പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ. നല്ല രസമുണ്ട് റോൾ ചെയ്യാൻ. ഭയങ്കര സ്മൂത്ത് റോളിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്നുണ്ട്. പിന്നെ
അത് ഒരു സ്പോർട്ടി അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ച ഒരുപാട് വണ്ടികളിലോട്ട് ഒരുപാട് സാദൃശ്യം തോന്നുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഒരാളുടെ താങ്ക്സ് പറയണം, ജാസിഫ് ക. അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു വണ്ടി ഇങ്ങനൊരു അവസരം തന്നത്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ലോട്ടസ് ഇന്ത്യ ടീം ഫോർ ദ സപ്പോർട്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വേറെ വീഡിയോസ് അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോട്ടസ് ഇമേയ അടിപൊളി, നൈസ്. ഇനി നമ്മൾ ശരിക്കും ഞാനിപ്പം ഒന്ന് ആക്സലറേഷൻ ഇന്നിങ്ങനെ റവ് ചെയ്ത് കൊടുത്ത് നോക്കിയ സമയത്ത് ബോഡി വെയിറ്റ് ഭയങ്കര ഫീൽ ചെയ്യുന്നത്. അറൗണ്ട് 2000 kg ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ മൊത്തം ബോഡി വെയിറ്റ്. അവിടെ തന്നെ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു വണ്ടീനെ ത്രോട്ടിൽ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആട്ടോ, അതുകൂടി ഓർത്ത് വെക്കണം. സ്റ്റിയറിംഗ് വീല് ഭയങ്കര നൈസാണ്, മാനുവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ആക്സലറേഷൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് കണ്ട് അപ്പം ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് ആ ഒരു ഇലക്ട്രിക്കിൻ്റെ ഫീൽ വരുന്നത്. സാധാരണ ഇലക്ട്രിക്കിൽ നിന്ന് ഇത് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര സോളിഡായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. അതായത് കുറച്ചുകൂടി ഭയങ്കര റിജിഡാണ്, ഭയങ്കര ബോൾഡാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സസ്പെൻഷൻ ഓക്കെയാണ്, ആ ഒരു വെയിറ്റ് താങ്ങുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കറക്റ്റ്, അടിപൊളി. ഇത് ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. ഇത് അധികം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരം ആ കംപ്ലീറ്റ് ലെങ്ത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര ഓടിച്ചു എന്നുള്ളത്. അതായത് ഓവർ സ്പീഡിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മുതിർന്നിട്ടില്ല. കാരണം ഇതൊരു പുതിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് അത്ര അങ്ങനെ ഒരു ടെസ്റ്റിംഗ് വണ്ടിയൊന്നുമല്ല. ഇത് വേറൊരു പർപ്പസിന് വേണ്ടി വന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ജെൻറ്റിലായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ഇല്ലേ, ഈ 2 കോടി രൂപയ്ക്ക് ധാരാളം ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു സെൻട്രൽ കൺസോൾ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് ഒരു ആണെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാമെന്നല്ലാതെ ബാക്കി എല്ലാം പെർഫെക്റ്റ്ലി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് എനിക്ക് തോന്നി. ബ്ലെൻഡഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതായത് പരസ്പരം എല്ലാം ഒത്തിണങ്ങി വന്ന ഒരു വാഹനം. കൂൾ ഡ്രൈവ്, വിസിബിലിറ്റി നല്ലതുണ്ട്. ശരിക്കും ചെറിയ വണ്ടിയാണ്, ഇപ്പോൾ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ റിയർ വ്യൂ വിസിബിലിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സീറ്റ് കാരണം മുഴുവൻ ഗ്ലാസ് കാണൂല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആക്ച്വലി ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് ആ വിൻഷീൽഡിലൂടെയുള്ള കാഴ്ചനെ മുഴുവനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് അതിൽ വെച്ചിട്ട്. യെസ്, അടിപൊളി. എന്തായാലും ലോട്ടസ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്കൊരു വലിയ വാം വെൽക്കം ഇന്ത്യയിലേക്ക് കൊടുക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാർക്കറ്റാണ്. ഒരുപാട് ലക്ഷൂറിയസ് ബ്രാൻഡ് നല്ലോണം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ലോണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സാധാ മിഡ് ബഡ്ജറ്റ് കാറുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് 2 കോടിൻ്റെ ആണ്. ഇതൊരു 10 ആളുകൾ എടുത്താൽ തന്നെ ഭയങ്കര ഇതല്ലേ, അങ്ങനെയാണോ? അപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയ ലക്ഷറി വണ്ടികൾ വാങ്ങുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല പൊട്ടൻഷ്യൽ ബയേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ്. വലിയ എല്ലാ കാർ ബ്രാൻഡിനും നല്ല മാർക്കറ്റാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വെൽക്കം ടു ലോട്ടസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ടബിളാണ്, നല്ല സസ്പെൻഷനാണ്, നല്ല വിസിബിലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നല്ല ബോഡി വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കാർ ഓടിക്കുന്ന ഫീലല്ല നമുക്കുള്ളത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് എനിക്ക് ഈ ഒരു കുറഞ്ഞ ഡിസ്റ്റൻസ് ഓടിച്ച സമയത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഇത്ര നേരം നിങ്ങളോട് പങ്കുവച്ചത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലോട്ടസ് ഇമേയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.